നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പലരും പാപ്സ്മിയർ ടെസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടും അല്ലാതെ മറ്റുള്ള ആശുപത്രികളിലും ഒക്കെ സ്ക്രീനിങ് ആയിട്ട്, ക്യാൻസറിന്റെ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. പാപ്സ്മിയർ എന്ന് പറയുന്നത് ശരിക്കും എന്ത് ക്യാൻസർ ആണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? അത് ശരിക്കും സർവൈക്കൽ ക്യാൻസർ. സെർവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ, ഗർഭപാത്രത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സെർവിക്സിൽ വരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻസറിനെ നമ്മൾ നേരത്തെ ഉണ്ടാവുന്നതിന് 10-20 വർഷം മുന്നേ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണിത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും സിമ്പിളുമായിട്ടും ഉള്ള ടെസ്റ്റാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ വളരെ കുറച്ച് ക്യാൻസേഴ്സ് മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ ബ്രസ്റ്റിലുള്ള ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഈ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ആരാണ് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈറസ് ആണ് മെയിൻ ആയിട്ട് ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ആ വൈറസിന്റെ പേര് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് നമ്മൾ പറയും. അപ്പോ ഈ HPV ഇൻഫെക്ഷൻ പ്രധാനമായിട്ട് വരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാവുമ്പോഴാണ് മെയിൻ ആയിട്ട് ഈ HPV അണുബാധ നമുക്ക് വരുന്നത്. അപ്പോ എല്ലാ സ്ത്രീകൾക്കും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ മറ്റൊരു പോയിന്റിൽ അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഈ HPV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ മിക്കവാറും സ്ത്രീകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അണുബാധ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അത് തന്നെ അതിനെ ടേക്ക് കെയർ ചെയ്തോളും. പക്ഷെ ചെറിയൊരു ശതമാനം സ്ത്രീകളിൽ പല പല കാരണങ്ങൾ കൊണ്ട് ഈ അണുബാധ സ്ഥിരമായിട്ടുണ്ടാവും. നമ്മൾ പെർസിസ്റ്റന്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു HPV ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർവിക്സിനെ ബാധിക്കുകയും അത് ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷെ ഈ HPV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ക്യാൻസറിലേക്ക് മാറാനായിട്ട് 10 മുതൽ 20 കൊല്ലം വരെ എടുക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസർ ആയിട്ട് മാറുകയല്ല. ക്യാൻസറിന് മുന്നേ പ്രീ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ പ്രീ ക്യാൻസറിൽ ഒരു 3 സ്റ്റേജ് ഉണ്ട്. CIN 1, 2, 3 എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അത് ക്യാൻസർ ആയിട്ട് മാറുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഇൻവേസീവ് ക്യാൻസർ എന്ന് പറയുന്ന നമ്മൾ സ്റ്റേജിലോട്ട് പോകുന്നു. അപ്പൊ പാപ്സ്മിയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് ഈ പ്രീ ക്യാൻസർ സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പ്രീ ക്യാൻസർ സ്റ്റേജ് ഉദാഹരണത്തിന് CIN 1 ആണെങ്കിൽ അതിനൊരു 20 കൊല്ലമെങ്കിലും എടുക്കും നമുക്ക് സർവൈക്കൽ ക്യാൻസർ ആയിട്ട് മാറാം. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ചികിത്സ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറേ വരാതിരിക്കാം, ക്യാൻസറിനെ പൂർണ്ണമായിട്ടും തടയാം. അപ്പൊ അങ്ങനെ തടയാൻ പറ്റുന്ന ഒരു ക്യാൻസറും കൂടിയാണ് ഈ സർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞത്. കാരണം ഇതിന്റെ കാരണം നമുക്കറിയാം. അപ്പോൾ കാരണം വന്നിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം സ്ക്രീൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീനിങ് മെത്തേഡ് വഴി ഒത്തിരി സ്ത്രീകളുടെ ഈ പ്രീ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജുകൾ കണ്ടുപിടിക്കാൻ പറ്റുകയും ഒത്തിരി ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മഹത്വപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സെർവിക്കൽ ക്യാൻസർ ആർക്കൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർവിക്സ് ഉള്ള എല്ലാവർക്കും സെർവിക്കൽ ക്യാൻസറും വരാം. അതായത് യൂട്രസും സെർവിക്സും എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും റെഗുലർ ആയിട്ട് പീരിയോഡിക്കലായിട്ടും ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് ഈ ഒരു ക്യാൻസർ വരാനായിട്ട് സാധ്യത കൂടുതലായിരിക്കും. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും, ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയും. ഒന്ന്, വളരെ നേരത്തെ തന്നെ വിവാഹം കഴിച്ച്
വളരെ നേരത്തെ തന്നെ ലൈംഗിക ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നവരിൽ, സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാവുന്നവരിൽ ഇങ്ങനത്തെ ക്യാൻസേഴ്സ് കോമൺ ആണ്. പിന്നെ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ളവരിൽ, അതായത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, അങ്ങനെയുള്ളവരിൽ ഈ അണുബാധകൾ, HPV അണുബാധ വരാനും അത് ക്യാൻസറിലേക്ക് മാറാനും ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്മോക്കിംഗ്, പുകവലിക്കുന്ന സ്ത്രീകളിൽ ഇങ്ങനത്തെ ഒരു റിസ്ക് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള, അതായത് അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് വരുന്ന അണുബാധകൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരിലും ഈ ക്യാൻസർ വരാനുള്ള റിസ്ക് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HPV ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി നന്നായിട്ടുള്ളവരാണെങ്കിൽ അത് തന്നെ ബോഡി ശരിയാക്കിക്കോളും. അപ്പോൾ പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറയുന്നവരാണെങ്കിൽ ഇങ്ങനെ HPV ഇൻഫെക്ഷൻ വന്ന് അത് ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതൽ. അപ്പം HIV പോസിറ്റീവ് പോലുള്ള രോഗികൾക്കൊക്കെ പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അവർക്കൊക്കെ ഈ ക്യാൻസർ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് പാപ്സ്മിയർ വഴി. അപ്പൊ പാപ്സ്മിയർ എത്ര വയസ്സ് മുതലാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും 21 വയസ്സ് മുതൽ ഒരു 65 വയസ്സിന് അകത്തുള്ളവരെല്ലാവരും പാപ്സ്മിയർ ടെസ്റ്റ് ഒരു 3 വർഷം കൂടുമ്പോൾ ചെയ്തിരിക്കണം. ശരിക്കും നമ്മുടെ ലൈംഗിക ബന്ധം തുടങ്ങി ആദ്യത്തെ ഒരു 3 വർഷം പ്രത്യേകിച്ച് ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ 3 വർഷം കഴിയുമ്പോൾ മുതൽ നമുക്ക് ഇതിന്റെ ക്യാൻസർ സ്ക്രീനിങ് ആയിട്ടുള്ള പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തു തുടങ്ങാം. എല്ലാ 3 വർഷം കൂടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം പാപ്സ്മിയറിൽ നമുക്ക് ഈ ക്യാൻസറിന്റെ പ്രശ്നം മാത്രമേ അറിയാവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമുക്ക് ഹോർമോണൽ ആയിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതും അണുബാധയും ഒക്കെ നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള, അതായത് സർവൈക്കൽ ക്യാൻസർ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതായത് നേരെ ഒരു ദിവസം പോയിട്ട് ഡോക്ടർ എനിക്കൊരു പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണോ ഈ ടെസ്റ്റ്? കുറച്ച് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാപ്സ്മിയറിന്റെ റിസൾട്ട് കുറച്ചുകൂടെ നല്ലതാക്കാൻ പറ്റും. ഒന്ന്, നമുക്കൊരു പീരീഡ്സ് മാസക്കുളി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച വരെ വെയിറ്റ് ചെയ്യുക. കാരണം മാസക്കുളി ഉള്ള സമയത്തും ബ്ലീഡിങ് ഉള്ള സമയത്തും എടുക്കുന്ന പാപ്സ്മിയർ ടെസ്റ്റ് അത്ര കറക്റ്റ് ആയിരിക്കില്ല. നമുക്ക് ബ്ലീഡിങ് ഉള്ളപ്പം എടുക്കാനും പറ്റില്ല, ആ ടെസ്റ്റും അത്ര കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ പീരീഡ്സ് ആയി 2 ആഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം പാപ്സ്മിയർ ടെസ്റ്റ് എടുക്കാനായിട്ട് പോകാൻ. രണ്ടാമത്തെ കാര്യം, ഒരു 1-2 ദിവസത്തേക്ക് ലൈംഗിക ബന്ധം, സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ടെസ്റ്റിന്റെ റിസൾട്ട് നല്ലതാവാൻ. അതുപോലെ നമ്മൾ വജേനയ്ക്കുള്ളിൽ എന്തെങ്കിലും ചിലപ്പോൾ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവും ഇൻഫെക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വാഷസ് ഉപയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഇതിനൊരു പാപ്സ്മിയറിന് ഇനിയിപ്പം ഒരു ദിവസം പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു 2 ദിവസം മുന്നേ എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ കാര്യങ്ങളും കൂടെ നമ്മളൊരു സ്മിയർ ടെസ്റ്റിന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഒരു വേദനയുള്ള ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതൊരു വേദനയുള്ള പ്രൊസീജിയറേ അല്ല. ശരിക്കും ഇതിന്റെ പ്രൊസീജിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്രസിന്റെ താഴ്ഭാഗമാണല്ലോ ഈ സെർവിക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പുറമേ കാണാൻ പറ്റില്ല, ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടി വരും. വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പോലെ ഒരു വുഡൻ സ്റ്റിക്ക് ഉണ്ടാവും, അത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആ വുഡൻ സ്റ്റിക്കിലേക്ക് ഈ സെർവിക്സിലുള്ള സെല്ലുകൾ വരും. അത് പിന്നെ നമ്മൾ ടെസ്റ്റിന് വിടുന്നതാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഒന്ന് മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറേ അല്ല. ഇതൊരു വേദന രഹിതമായിട്ടുള്ള പ്രൊസീജിയറാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. വെറും 4-5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ആരും അയ്യോ വേദനിക്കുവോ എന്ന് പേടിച്ച് പാപ്സ്മിയർ ടെസ്റ്റ് ഒരിക്കലും ചെയ്യാതിരിക്കരുത്. കാരണം ചിലപ്പോ ഒരു ജീവിതമോ അല്ലെങ്കിൽ ഒരു ജീവനോ ആയിരിക്കും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ടെസ്റ്റാണ്. പക്ഷെ ഏറ്റവും സർവൈക്കൽ സ്ക്രീനിങ്ങിന് പ്രയോജനപ്പെടുത്തുന്ന
ഒരു ടെസ്റ്റാണ് ഈ പാപ്സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് സ്ത്രീകൾക്കുള്ള സംശയമാണ് ഈ HPV എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് സെക്ഷൽ കോണ്ടാക്റ്റിൽ കൂടെ പകരുന്നതല്ലേ, അപ്പൊ നമ്മൾ കോണ്ടംസ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന്. അപ്പോൾ ശരിക്കും കോണ്ടംസ് ഉപയോഗിക്കുന്നവരിൽ പോലും ചെറിയൊരു ശതമാനം ഈ HPV ഇൻഫെക്ഷൻ വരാൻ ഉണ്ട്. അപ്പം അതൊരു ഫുൾ പ്രൂഫ് മെത്തേഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോണ്ടംസ് ഉപയോഗിക്കുന്നവരിലും സർവൈക്കൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും ഒരിക്കലും ഈ സ്ക്രീനിങ് ഒഴിവാക്കി കളയരുത്. പിന്നെ പലർക്കും വരുന്ന ഒരു സംശയമാണ് ഏത് പ്രായം വരെ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമുക്ക് മാസക്കുളിയൊക്കെ തീർന്നു, 45-50 വയസ്സായി, മാസക്കുളി തീർന്നു, ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ശരിക്കും 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ശരിക്കും ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ്. 65 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ഇതിന് വലിയ റോളില്ല, അതിനുശേഷം ചെയ്യണമെന്നില്ല. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ യൂട്രസെ റിമൂവ് ചെയ്തതാണ്, എന്തെങ്കിലും ഫൈബ്രോയിഡിനോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു, ഇനി പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി നമ്മൾ ഹിസ്റ്റക്ടമി എന്ന് പറയും. എല്ലാ കേസിലും നമ്മൾ യൂട്രസിന്റെ കൂടെ ഈ യൂട്രസിന്റെ താഴ്ഭാഗമായിട്ടുള്ള സെർവിക്സ് റിമൂവ് ചെയ്യണം എന്നില്ല. എല്ലാ സർജറിയിലും നമ്മളത് റിമൂവ് ചെയ്യത്തില്ല. വളരെ യങ് ഏജിൽ 40 വയസ്സിൽ അല്ലെങ്കിൽ 35 വയസ്സിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട്, ക്യാൻസർ ഒഴിച്ചുള്ള വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെർവിക്സ് ചിലപ്പം റിമൂവ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ സെർവിക്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും പാപ്സ്മിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് പാപ്സ്മിയറിന്റെ റിസൾട്ട് എന്തൊക്കെ വരാം, നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു, എന്തൊക്കെ നമുക്ക് റിസൾട്ട് വരാം. കോമൺലി വരുന്നത് ഒരു നോർമലാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള റിസൾട്ട് വരാം. 2, ഈ പറയുന്ന പോലെ എന്തെങ്കിലും അണുബാധകളുണ്ട്, അണുബാധകൾ ഉണ്ടായതിന്റെ ചേഞ്ചസ് നമ്മുടെ സെർവിക്സിൽ കാണുന്നു എന്നുള്ളത് വരാം. 3ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള, ക്യാൻസർ ആയിട്ടില്ല, അതിന്റെ വളരെ ഏർലി സ്റ്റേജ് ആണ്, ഇപ്പൊ നമുക്ക് ആ ലോക്കൽ ഏരിയയിലുള്ള ട്രീറ്റ്മെന്റ് മാത്രം വെച്ച് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റും. CAN 1, 2 എന്നുള്ള സ്റ്റേജിനൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തിന്റെ മാത്രം എന്തെങ്കിലും ചികിത്സ, ലോക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ് മതിയാവും. പിന്നെ വരാൻ പറ്റുന്നത് ക്യാൻസർ സെർവിക്സ് എന്ന് തന്നെ വരാം, അതായത് സെർവൈക്കൽ ക്യാൻസർ ഇൻവേസീവ് സ്റ്റേജ് ആയിട്ടുള്ളത് ആയിക്കഴിഞ്ഞു എന്നുള്ളത് വരാം. അത് തന്നെ നമുക്ക് പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി പ്രോഗ്രസ് ചെയ്യാത്ത കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ യൂട്രസും സെർവിക്സും റിമൂവ് ചെയ്യുന്ന സർജറി കൊണ്ട് തന്നെ നമുക്ക് രോഗം പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. പക്ഷെ ഇത് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് കംപ്ലീറ്റ് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എവിടെ ലഭ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഗൈനക്കോളജി വിഭാഗം ഉള്ള എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഇത് ലഭ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോകുന്നതിന് മുന്നേ എന്നുള്ളതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക. സ്വന്തമായിട്ട് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു ചേഞ്ചസും ഇല്ല എന്ന് സ്വയം ഉറപ്പുവരുത്തുക. ഇത് ഒരു തവണ ചെയ്താൽ പോരാ, 3 വർഷം കൂടുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പല റുട്ടീൻ ചെക്കപ്പ് പാക്കേജ് എന്ന് പറഞ്ഞുണ്ട്, അതിനകത്തും പാപ്സ്മിയറും ഇൻക്ലൂഡ് ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റുട്ടീൻ പാക്കേജ് എടുക്കുന്നവർ പോലും പാപ്സ്മിയർ ഉള്ളു പരിശോധിക്കണമല്ലോ എന്ന് വിചാരിച്ച് അത് വേണ്ടാന്ന് വെച്ച് ബ്ലഡ് ഒക്കെ എടുത്ത് BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, വേറെ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുന്നവരാ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരും ഈ പാപ്സ്മിയർ ടെസ്റ്റ് മിസ് ചെയ്യാതിരിക്കുക. കാരണം ബ്ലഡ് എടുക്കുന്ന പോലെ വേദനയുള്ള ഒരു പ്രൊസീജിയറേ അല്ല ഇത്, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. വെറും 5 മിനിറ്റ് മാത്രമേ ഇതിന് ചെലവുള്ളൂ. പക്ഷെ ഇത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് വരുത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണ്. ആരും പാപ്സ്മിയർ ടെസ്റ്റ് മിസ് ചെയ്യാതിരിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.